നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മള് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ആറാമത്തെ രാശിയായിട്ടുള്ള കന്നിരാശിയെ കുറിച്ചാണ്. ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ രാശിയാണ്. അത് ഉച്ചക്ഷേത്രവും മൂലത്രികോണ ക്ഷേത്രവും എല്ലാം സ്വക്ഷേത്രവും എല്ലാം ഈ രാശി തന്നെയാണ്. അതുപോലെ തന്നെ ഒരു സ്ത്രീ രാശിയാണിത്, ഭൂമി രാശിയാണ്. ഈ രാശിയുടെ ആദ്യത്തെ 15 ഡിഗ്രി വരെ ബുധന്റെ മെർക്കുറിയുടെ എക്സോൾട്ടഡ് ഏരിയ ആണ്, അതായത് ഉച്ച ഭാഗമാണ്. അതിനുശേഷം 15 മുതൽ 20 ഡിഗ്രി വരെ വരുന്ന ഭാഗം അതിന്റെ ശക്തി കുറഞ്ഞ് മൂലത്രികോണത്തിലേക്കും 20 ഡിഗ്രിക്ക് ശേഷമുള്ള ഭാഗങ്ങൾ ശക്തി കുറഞ്ഞ് സ്വക്ഷേത്രത്തിലേക്ക് എത്തും. അപ്പം ഈ രാശി മൊത്തവും ഉച്ചക്ഷേത്രമാണെന്ന് നമ്മൾ ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും ഇത് മൂലത്രികോണവും അതുപോലെ തന്നെ സ്വക്ഷേത്രവും കൂടി ആയതുകൊണ്ട് ആദ്യത്തെ 15 ഡിഗ്രി വരെ ഇതിന്റെ ഉച്ചബലം പൂർണ്ണമായിട്ട് തരും. അതിന് പിന്നെ ശക്തി കുറഞ്ഞ് മൂലത്രികോണവും അതിന് 20 ഡിഗ്രിക്ക് ശേഷം മൂന്നാമത്തെ ദ്രക്കാണത്തിലേക്ക്, അതായത് 20 ഡിഗ്രിക്ക് ശേഷം വരുന്ന ലാസ്റ്റ് 10 ഡിഗ്രി സ്വക്ഷേത്രവും ആവുന്നു. ഇതിന്റെ ചിഹ്നം എന്ന് പറയുന്നത് ദിക്കറിയാതെ ഒരു തോണിയിൽ സഞ്ചരിക്കുന്ന ഒരു കന്യകയാണ്. ജലമുണ്ട്, ഒരു കൈയിൽ അഗ്നിയും മറു കൈയിൽ നെൽക്കതിരുമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ആ ചിഹ്നത്തിൽ തന്നെ ഒരു വിദൂരതയിലേക്കുള്ള ഒരു നോട്ടമുണ്ട്, ഒരു പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള ഒരു ആശയവുമുണ്ട്. കാരണം ഒരേ സമയം തന്നെ ഒരു കയ്യിൽ തീയ്, താഴെ ജലം, തുണിയിലല്ല ഇരിക്കുന്നത്, താഴെ ജലം, വേറൊരു കയ്യിൽ നെൽക്കതിര്, താഴെ ജലം, എന്നിട്ട് ദിക്കറിയാതെ ദൂരത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ തുഴഞ്ഞു പോകുന്നതാണ്. ലക്ഷ്യത്തിൻ്റെ കൃത്യതയില്ലാതെ തുഴഞ്ഞു പോകുന്ന ഒരു കന്യകയാണ് ഈ രാശിയുടെ ചിഹ്നം. സുഖഭോഗങ്ങളുടെയും കളത്രത്തിൻ്റെയും പലവിധ ഭൗതിക സുഖങ്ങളുടെയും കാരകനായിട്ടുള്ള ശുക്രൻ 7ാം ഭാവത്തിൽ ഉച്ചനാവുമ്പോൾ ലഗ്നത്തിൽ നീചനാവുകയാണ് ചെയ്യുന്നത്. അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യവും കൂടിയാണ്. ലഗ്നാധിപൻ നീചനാവുന്നിടത്ത് ശുക്രൻ ഉച്ചനാവുന്നിടത്ത് ലഗ്നാധിപൻ നീചനും ആവുന്നു. ഈ വിഷയങ്ങളിലെ ശ്രദ്ധയിലേക്ക് നിങ്ങളുടെ വിദ്യാർത്ഥികളെ കടത്തിവിടുന്നു, അല്ലെങ്കിൽ ഒരു സൂചനകൾ നൽകുന്നു. ഇവരുടെ സ്വഭാവത്തിൽ സഡൻ ചേഞ്ചസ്, പെട്ടെന്നുള്ള ചേഞ്ചസ്, പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കഴിവ്, സ്പീഡായിട്ടുള്ള പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കഴിവ്, ബുധന്റെയും ചന്ദ്രന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഈ രാശിക്ക് വന്നു ചേരുന്നു എന്നുള്ളതും കൂടെ ഒരു പഠനാർഹമായ ഒരു കാര്യമാണ്. ചന്ദ്രന്റെ ഒരു നക്ഷത്രം ഈ രാശിയിലുള്ളത് കൊണ്ടായിരിക്കും വളരെ എവിഡൻ്റ് ആയിട്ട് നമുക്ക് ആ ഒരു കോമ്പിനേഷനെ മനസ്സിലാക്കിയെടുക്കാനും പറ്റുന്നത്. റാഷണൽ ആൻഡ് പ്രാക്ടിക്കൽ മൈൻഡ് സെറ്റ് ഉള്ളവരാണ് ഇവർ. അതുപോലെ തന്നെ മനഃശക്തി കുറവ്, ഞാൻ പറഞ്ഞില്ല, ചന്ദ്രന്റെയും ബുധന്റെയും കൂടി ഒരു കോമ്പിനേഷൻ ഈ രാശിക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മനഃശക്തി കുറവ്. നമ്മൾ ആ ചന്ദ്രനെയും ബുധനെയും കുറിച്ച് പറഞ്ഞിട്ടുള്ള വീഡിയോ നന്നായിട്ട് പഠിച്ചിട്ട് വേണം ഇതൊന്ന് നോക്കാൻ കേട്ടോ. ഈ രാശിക്കാർക്ക് പൊതുവെ ഭയം കുറച്ച് കൂടുതലായിരിക്കും. എന്തിനെ ആലോചിച്ചും ഭയം കുറച്ച് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പം ഒരുപാട് ആലോചിച്ച് പല കാര്യങ്ങളെയും നോക്കിയിട്ട് ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ഒരു അനാലിറ്റിക്കൽ സ്റ്റഡി നടത്തിയ ശേഷമായിരിക്കും ഇവരൊരു കാര്യത്തിലേക്ക് തീരുമാനത്തിലെത്തുന്നത്. അതുപോലെ തന്നെ ശുക്രൻ 7ൽ ഉച്ചനാവുന്നത് കൊണ്ടായിരിക്കാം ലൈംഗിക സുഖഭോഗങ്ങൾക്കൊക്കെ വലിയ താല്പര്യമുള്ളവരായിരിക്കും ഇവർ. അതുപോലെ തന്നെ കൃഷിൻ്റെ ഒക്കെ ആൾക്കാരാണ്. പലതിൻ്റെയും ചെറുപ്പകാലങ്ങളിൽ അവരോട് കൃഷി തോന്നി ഇവരോട് കൃഷി തോന്നി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഫാൻറ്റസികളുടെയും കൃഷിൻ്റെയൊക്കെ ആൾക്കാരാണ്. അതുപോലെ തന്നെ കൊഹാബിറ്റേഷൻ അഥവാ ലിവിങ് വിത്തൗട്ട് മാരേജ്, അതായത് കല്യാണം ഒന്നും കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കാനും ഡേറ്റ് ചെയ്യാനും ഒക്കെ ഒരുപാട് താല്പര്യമുള്ളവരായിരിക്കും കന്നിരാശിക്കാർ. കാരണം കസ്റ്റം ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ കുറച്ച് മാറി ചിന്തിക്കുന്ന ഒരു ആൾക്കാരാണ്. ഇവരുടെ ഒരു ലൈഫിൻ്റെ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും കൂടെ നോക്കിയാൽ മനസ്സിലാവും. ഫസ്റ്റ് ഹാഫിൽ ഇവർക്ക് നല്ല കഷ്ടപ്പാടുകളും ഫാൻറ്റസികളും നല്ല ആക്റ്റീവ് ആയിരിക്കും. സെക്കൻഡ് ഹാഫിൽ ഇവർ ഒരുപാട് സക്സസ്സുകൾ നേടിയിട്ടുണ്ടാവും, പക്ഷേ വല്ലാണ്ട് ഡിപ്രസ്ഡ് ആയിട്ടും കാണാം. അത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് ഒരുപാട് ആലോചിച്ചിട്ടൊക്കെ ആയിരിക്കും ചെയ്യുന്നത്, പക്ഷെ അത് മനസ്സിന് ഒരുപാട് വേദനകൾ ഉണ്ടാകുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ലൈഫിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അത് നിമിത്തം എല്ലാം നേടിയാലും ദിക്കറിയാതെ യാത്ര ചെയ്യേണ്ടതായിട്ട്, ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ദിക്കറിയാതെ യാത്ര ചെയ്യേണ്ടതായിട്ട്, തുഴഞ്ഞു പോകേണ്ടതായിട്ട് ഉള്ള സാഹചര്യങ്ങൾ വരും. ഈ ചിഹ്നം തന്നെ, ഈ രാശിയുടെ ചിഹ്നം തന്നെ
അത് നമുക്ക് പറഞ്ഞു തരുന്നു. അതുപോലെ തന്നെ ഈ രാശിയിൽ ജനിച്ച പുരുഷന്മാരെക്കാട്ടിലും കൂടുതൽ സ്ത്രീകൾക്ക് വിമർശന ബുദ്ധി നന്നായിട്ട് കൂടുതലുള്ളതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. നിങ്ങളത് വീണ്ടും പരീക്ഷിച്ച് നോക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഹൈലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള നേച്ചർ, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, മറ്റുള്ളവരെ കേട്ടിരിക്കാനുള്ള കഴിവ്, ലിസൺ ചെയ്യാൻ, അതായത് കേട്ടിരിക്കാനുള്ള കഴിവ്, പ്രാക്ടിക്കൽ മൈൻഡ് സെറ്റുകൾ, അതുപോലെ തന്നെ ഹാർഡ് വർക്കിംഗ്, അതുപോലെ തന്നെ ഇൻസൈറ്റ്ഫുള്ള്. ഇവരുടെ വേഴ്സ്റ്റ് ആയിട്ടുള്ള ട്രൈറ്റ്സ് എന്ന് പറയുന്നത് പിക്കിങ്, അതേപോലെ ജഡ്ജ്മെൻ്റൽ, ഓവർ ജഡ്ജ്മെൻ്റൽ ആവും. ഇപ്പം നമുക്ക് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും 1-2 പ്രാവശ്യം ആലോചിക്കുന്നത് നന്നായിരിക്കും. പക്ഷേ ഇവരുടെ ഓവർ ജഡ്ജ്മെൻ്റൽ കാരണം ഇവർ ജീവിതത്തിൽ ഒരുപാട് വില കൊടുക്കേണ്ടി വരും. പലതിനും ജഡ്ജ് ചെയ്ത് ഒരുപാട് ചിന്തിച്ച് മണ്ടത്തരങ്ങൾ കാണിക്കുന്ന ഒരു രാശിക്കാരാണ് കന്നിരാശിക്കാർ. ജീവിതത്തിൻ്റെ ഒരു 2ാം പകുതിയിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്ക് അത്യാവശ്യം സക്സസ്ഫുൾ ഒക്കെ ആയിട്ടുണ്ടാവും മെറ്റീരിയലി ഒക്കെ. എന്നാൽ പോലും പിന്നീട് അവർ കംഫോർട്ട് സോണുകളിലേക്കും അതുപോലെ തന്നെ പീസ് ഓഫ് മൈൻഡിന് വേണ്ടിയിട്ടൊരു ഏരിയയിലേക്ക് ചുരുങ്ങുന്നതായിട്ടൊക്കെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നമ്മൾ തന്നെ ചോദിക്കും, നിങ്ങൾ ഇത്രയൊക്കെ കഴിവുള്ളവരല്ലേ, നിങ്ങൾ ഇറങ്ങി ചെയ്തുകൂടെ, ഓരോ കാര്യങ്ങൾ ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയാറുള്ളത് സമാധാനമാണ് ഏറ്റവും വലുത്. കാരണം അവരുടെ ജീവിതാനുഭവങ്ങൾ, അവർക്കുണ്ടാക്കി കൊടുത്ത മുറിവുകൾ 2ാം പകുതി എത്തുമ്പോഴാണ് ഉണങ്ങാൻ വൈകുന്നത്. ഓട്ടത്തിനിടയിൽ ഇതൊന്നും അറിയില്ല. 2ാം പകുതി എത്തുമ്പം ജീവിതത്തിലുണ്ടായ ഒരുപാട് അനുഭവങ്ങൾ ഇവർക്ക് ഉണങ്ങാത്ത മുറിവുകളായിട്ട് അവശേഷിക്കും. അത് നിമിത്തം പല വിഷയങ്ങളിൽ നിന്നും ഇവർ ഉൾവലിഞ്ഞ് ഒരു കംഫോർട്ട് സോണിലേക്ക് ചുരുങ്ങുന്നത് എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലൊക്കെ ഇവർ നോൺ വെർബൽ ലാംഗ്വേജസ് ഒരുപാട് യൂസ് ചെയ്യും. ചേഷ്ടകൾ കൊണ്ടും കാര്യങ്ങൾ കൊണ്ടും ഒക്കെ തൻ്റെ പേരനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു രീതി. അതുപോലെ തന്നെ കന്നിരാശി എന്ന് പറയുന്നത് ദ സൈൻ ഓഫ് നെർവസ്നെസ് ആണ്. അതായത് നെർവസ് ആവുന്ന ഒരു എന്താ പറയുക, വെപ്രാളവും ഒക്കെ ഈ റിലേഷൻഷിപ്പിലൊക്കെ വരുമ്പോഴത്തേക്കും വല്ലാണ്ട് വെപ്രാളവും മുഖത്ത് ഒരു ഇതും ഒക്കെ വരും. അതുപോലെ തന്നെ ഇവരുടെ ഉള്ളിലെ തോട്ട്സ് ബിഹേവിയറിലൂടെ ഒക്കെ ആയിരിക്കും റിഫ്ലക്റ്റ് ചെയ്യുന്നത്. 2ാം ഭാവാധിപൻ ലഗ്നത്തിൽ നീചനാവുന്നത് കൊണ്ടായിരിക്കാം ഇവർക്ക് നാവ് കൊണ്ട്, വാക്കുകൊണ്ട് തന്നിലുള്ള കാര്യം എക്സ്പ്രസ് ചെയ്ത് ഫലിപ്പിക്കാൻ പലപ്പോഴും ഇവർ പാടുപെടുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരാൾ ഇവരെ ശരിക്കും മനസ്സിലാക്കിയാൽ അവരുമായിട്ടൊരു കടുത്ത ബോണ്ടിങ് ഇവർക്കുണ്ടാവും. അത് ബ്രേക്ക് ആയാൽ ഒരു വല്ലാത്ത തകർച്ചയിലേക്ക് ഇവർ പോകുന്നത് കണ്ടിട്ടുണ്ട്. അതിപ്പം അമ്മയുമായിട്ടാവാം, അച്ഛനുമായിട്ടാവാം, അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ടാവാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആവാം, ഏതുമായിക്കോട്ടെ. പക്ഷെ ഇവരെ നന്നായി മനസ്സിലാക്കുന്ന ഒരു വ്യക്തി ഉണ്ടായാൽ, അത് ഇവരുടെ അടുത്തുനിന്ന് മുറിഞ്ഞു പോയാൽ ഇവർക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമായിരിക്കും അത്. അതുകൊണ്ടായിരിക്കും ഇവർ ഒരുപാട് പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തി ഒരു റിലേഷൻഷിപ്പിലേക്കൊക്കെ എടുത്ത് ചാടുന്നത്. ഒരുപാട് ചിന്തിച്ചിട്ട് ലാസ്റ്റ് മണ്ടത്തരം ചെയ്യുന്ന ചില ബുദ്ധിശാലികൾ കന്നിരാശിയിലുണ്ട്. ഇവരോട് എനിക്ക് പറയാനുള്ളത്, 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒന്നും ഈ ഭൂമിയിലില്ല. ഇത് ഭൂമിരാശി ആയതുകൊണ്ട് തന്നെ ഭൂമിയിൽ പെർഫെക്റ്റ് ആവാൻ വേണ്ടി വരുന്നവരാണ്, അല്ലാതെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒന്നും ഇവിടെ ഇല്ല. എല്ലാം യുണീക്കാണ്. എല്ലാത്തിനും അതിൻ്റേതായ ദൗത്യമുണ്ട്. ആ ദൗത്യം കഴിഞ്ഞു കഴിഞ്ഞാൽ മുക്തിയിലേക്ക് പോകുമ്പോൾ ഇവിടുന്ന് അപ്രത്യക്ഷമാവുക ചെയ്യുന്നത്, ഇവിടുന്ന് മാറിപ്പോവുക ചെയ്യുന്നത്, ഉയർന്ന ലോകങ്ങളിലേക്ക് പോവുക ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 100% പെർഫെക്ഷൻ നിങ്ങളെല്ലാ കാര്യത്തിലും ഹണ്ട് ചെയ്യാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ അത് വേണമെന്ന് പിടിവാദം ഉണ്ടായാൽ, നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞത് മനസ്സിലാക്കുക, നിങ്ങൾ വിജയിക്കില്ല. നിങ്ങൾ ഒരുപാടിടത്ത് തോറ്റു കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ നിങ്ങളുടെ ലവ് ലൈഫിലൊക്കെ ആൾക്കാരെ ഈ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ട് ലാസ്റ്റ് അവരെ വലിച്ചടിപ്പിച്ച് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൻ്റെ അടുത്തേക്ക് എത്താതെ വരുമ്പം ഒഴിവാക്കുകയൊക്കെ ചെയ്താൽ, ലീഗലി നമുക്ക് പല കാര്യങ്ങളും പറയാം, പക്ഷേ എത്തിക്കലി നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ഒരു താളം വെച്ചിട്ട്, ഒരു കാർമിക് ലെവൽ വെച്ചിട്ട് നിങ്ങളുടെ സെക്കൻഡ് ഹാഫിലേക്ക് അതൊരു വലിയ കർമ്മയായിട്ട് തിരിച്ചു വരും. അതും ശ്രദ്ധിക്കുക. അതുപോലെ വീട്ടിലൊക്കെ ആണെങ്കിൽ മെഡിക്കൽ ബുക്സ്, മെഡിസിനോടൊക്കെ ഉള്ളൊരു താല്പര്യങ്ങൾ, പലതരത്തിലുള്ള മെഡിസിനെ കുറിച്ചുള്ള അറിവ്, എന്തെങ്കിലുമൊക്കെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ചെറിയ ഒരു ഫസ്റ്റ് എയ്ഡ് ഇവരുടെ കയ്യിൽ മിക്കപ്പോഴും കാണും, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു നോളജ് ഇവരെപ്പോഴും ഉണ്ടാക്കും. വീട്ടിലൊക്കെ ഇപ്പോഴും തെറാപ്യൂട്ടിക് വാല്യൂസ്, അതായത് ഭൂമിരാശിയാണല്ലോ, അപ്പം ഗന്ധത്തിന്, ജലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഗന്ധത്തിന് ഭൂമിയോടാണ് തന്ത്രശാസ്ത്രം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് മണത്തിനോടൊരു വല്ലാത്ത ഇഷ്ടമുണ്ടാകും ഈ രാശിക്കാർക്ക്. അപ്പം അതുകൊണ്ട് തന്നെ വീട്ടിൽ ഡിഫ്യൂസറും അതേപോലെ തന്നെ അഗർബത്തീസും ദശാംഗങ്ങളും ഒക്കെ കത്തിച്ച് വെക്കാനും, അല്ലെങ്കിൽ കുറച്ച് പീസ്ഫുള്ളായിട്ട് ഉള്ളൊരു അറ്റ്മോസ്ഫിയർ സെറ്റ് ചെയ്യാനും, നല്ല മണത്തോടും ഒക്കെ ഇവർക്കൊരു
താല്പര്യമുണ്ടാവും ഈ രാശിക്കാർക്ക്. ഇവര് ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവര് സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു സെർവൻ്റ് ആവാനും അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനും അവരുടെ A to Z കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും, ഈവൻ നമ്മളിവിടെ ആണെങ്കിൽ ഞാനൊരു കന്നിരാശിയാണ് എൻ്റെ പേരെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഏത് നാട്ടിൽ പോയാലും ഇപ്പോൾ സ്വിഗ്ഗിയൊക്കെ ഓർഡർ ചെയ്തിട്ട് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യാനും മാനേജ് ചെയ്യാനും ഒക്കെ ഇവർക്ക് നല്ല കഴിവായിരിക്കും. നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ കൂടെ ഉണ്ടെന്നൊരു തോന്നലുണ്ടാക്കാനുമുള്ള ഒരു കഴിവ് ഇവർക്കുണ്ടാകും. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഒരു അനാലിറ്റിക്കൽ ഇതും വർക്ക് ചെയ്യും. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. എല്ലാം ചെയ്തു കൊടുത്തിട്ട് ഇതെനിക്ക് എന്ത് ഗുണം ഉണ്ടാവും എന്നുള്ളൊരു ചിന്ത ഇവർക്ക് വരും. ആ ബുധൻ്റെ ഒരു സ്വഭാവമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ബുധനെക്കുറിച്ച് പഠിക്കണം. അവിടെ ഒരു ലാഭം ചിന്തിക്കും. ഇവിടെ ഈ ബുധൻ്റെയും ചന്ദ്രൻ്റെ ഒരു കോമ്പിനേഷൻ ഇവിടെ വരുന്നുണ്ട്. ഒരു ലാഭം ചിന്തിക്കുന്നിടത്താണ് ഇവരുടെ പണി, ഇവരുടെ കഷ്ടകാലം ഇരിക്കുന്നത്. ഈ ഒരു എക്സ്റേ മൈൻഡ് സെറ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ എന്ത് കിട്ടിയാലും ഒരു തൃപ്തി വരാത്ത ഒരു സ്വഭാവം കന്നി ലഗ്നക്കാരുടെ മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു വിദൂരതയിലേക്ക് ഒരു ലക്ഷ്യമില്ലാതെ എന്തിനോ വേണ്ടി നോക്കിയിരിക്കുന്ന ഒരു ചിഹ്നമായതുകൊണ്ടായിരിക്കാം ആഗ്രഹിക്കുന്ന പലതും ഇവർക്ക് കിട്ടും. കിട്ടിയാൽ പോലും അതിനോടൊരു തൃപ്തി, ആ ഒരു കളിപ്പാട്ടം കിട്ടുന്ന കുട്ടിയെ പോലെ ആ ബുധനാണ്. അത് കളിപ്പാട്ടം കിട്ടിക്കഴിയുമ്പോൾ അതിനോടുള്ള ഒരു നിരീക്ഷണ പരീക്ഷണങ്ങൾ കഴിഞ്ഞ് കളിച്ചു കഴിഞ്ഞാൽ താല്പര്യം കുറയും. എന്നിട്ട് അടുത്ത പരീക്ഷണങ്ങളിലേക്ക് പോകും. അങ്ങനെ ഡിപ്രഷനിലേക്കൊക്കെ പോകുന്ന ഒരുപാട് കന്നി ലഗ്നക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൈരുദ്ധ്യങ്ങളുടെ ഒരു കൂമ്പാരമായി ഇവർ മാറും. അങ്ങനെ ഭൂരിപക്ഷവും പിന്നീട് തനിക്ക് ചുറ്റും നിൽക്കുന്നവരുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിച്ചു കൊടുത്ത് എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ജീവിച്ചു പോകാം എന്ന് ചിന്തിക്കുന്നവരായിരിക്കും. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവർ ആദ്യകാലങ്ങളിൽ ജീവിതത്തിന്റെ ഫസ്റ്റ് ഹാഫിലൊക്കെ ഓരോ കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച് അതിനെ ചേർത്ത് പിടിച്ചിട്ട് ഇവർ ഒരുപാട് എക്സ്പെക്റ്റേഷനിലൂടെ ആയിരിക്കും അതിനെ സമീപിക്കുന്നത്. വാസ്തവത്തിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന അത്രയും റേഞ്ചിലേക്കൊന്നും എല്ലാ കാര്യങ്ങളും കിട്ടില്ല. കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയാതെ പോകുന്നതും ഇവർ പലപ്പോഴും പലതും വഴിയിൽ വെച്ച് കലവടയ്ക്കുന്ന പോലെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ പല മേഖലകളിൽ ഇവരായി തന്നെ ഉണ്ടാക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവരുടെ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉണ്ട്. ഇപ്പം ഇവർ ജീവിതത്തിൽ വളരെ ടെറിബിളായിട്ടുള്ള ഒരു ഹെക്റ്റിക്കായിട്ടുള്ള ഒരു ജോലിയിലോ ഒരു സിറ്റുവേഷനിലോ ഇരിക്കുകയെന്ന് വെച്ചോ, അപ്പം നമ്മൾ ഒരാവശ്യത്തിന് വിളിക്കുക, ഇടയിൽ ഞാനും വല്ലാണ്ട് ബുദ്ധിമുട്ടിയിരിക്കുക, എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട്, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്, എനിക്ക് അത്രയ്ക്കൊരു വിഷമമുണ്ട്, എനിക്കൊന്ന് തുറന്ന് പറയണം, എനിക്കൊന്ന് കേൾക്കണം, എന്നെ ഒന്ന് കേൾക്കണം എന്ന് പറഞ്ഞാൽ, എനിക്കൊരു ഹെൽപ്പ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെത്ര ചൂടുള്ള ഒരു അവസ്ഥയിൽ ഇരുന്നാൽ പോലും നമ്മൾ അവരിലേക്ക് ചെന്ന് കയറുമ്പോൾ ഒരു AC റൂം തുറന്നു തരുന്നത് പോലെ, ഒരു ചൂടത്ത് നിന്ന് നമ്മളൊരു AC റൂമിലേക്ക് കയറുന്ന ഒരവസ്ഥ പോലെ ആയിരിക്കും ഇവരുടെ അടുത്തേക്ക് ഇന്ന് കേൾക്കും, സപ്പോർട്ട് ചെയ്യും, നമ്മുടെ കൂടെ നിൽക്കും. നമ്മൾ എടാ നീ വിചാരിച്ചാൽ നടക്കും, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് പുഷ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ല സുഹൃത്തുക്കളാണ് പലപ്പോഴും കന്നിരാശിക്കാരെ. ഷാഡോ സൈഡായിട്ട് എനിക്ക് പറയാനുള്ളത് മുൻപേ പറഞ്ഞതുപോലെ തന്നെ ജഡ്ജ്മെൻറ്റിലാണ് ഇവരുടെ പല സൗഭാഗ്യങ്ങളും നഷ്ടപ്പെടുത്തി കളയുന്നത്. എത്ര സ്നേഹമുള്ളവരും അവസാനം സഹിക്കാൻ വയ്യാതെ ഇട്ടിട്ട് പോകുന്ന കംപ്ലൈൻറ്റ് ബോക്സുകളായിട്ട് ഇവർ മാറും. അതുപോലെ ജീവിതത്തിൻ്റെ ചില സാഹചര്യങ്ങളിൽ വളരെ ഫ്ലട്ടിങ് ആൻഡ് ഫമ്മിങ് എന്ന് പറയും, വളരെ പരിഭ്രമിക്കുന്ന സാഹചര്യങ്ങളിലൂടെ ഇവർ കടന്നു പോകും. പരിഭ്രമിക്കും, ഭയങ്കര വെപ്രാളവും തീകേറ്റവും വയറ്റിനുള്ളിലൊരു ഭീതിയും ഒക്കെ ഇവർക്കുണ്ടാവും. ഇതൊക്കെ ഇവരുടെ ഷാഡോ സൈഡാണ്. ആവശ്യമില്ലാതെ ഓവർ തിങ്ക് ചെയ്ത് കൂട്ടുന്നതാണ് പലതും. പലപ്പോഴും ഇവരുടെ സത്യസന്ധതയും അതുപോലെ തന്നെ ഇവരുടെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയും ഒന്നും മറ്റുള്ളവർക്ക് മനസ്സിലാവത്തില്ല. അതിനാൽ ഓൺ ഹോണസ്റ്റി, അവരവരുടെ സത്യസന്ധതയെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ണീരൊഴുക്കുന്ന ഒരു കന്യകയാണ് ഈ രാശിയുടെ ഒരു നിഴല്. ഒരു പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും, ഞാൻ ഇങ്ങനെയാണ്, നിങ്ങൾ എന്തുകൊണ്ട് എന്നെ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ നീ എന്തുകൊണ്ട് എന്നെ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനോടോ ഭർത്താവ് ഭാര്യയോടോ സുഹൃത്തിനോടോ ആരോടോ വേണമെങ്കിലും ഇങ്ങനെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടി വരിക എന്നുള്ള ഒരു അന്യായ അവസ്ഥ ഇവർക്കുണ്ടാവും. ചിലപ്പോഴൊക്കെ സംശയത്തിൻ്റെ സൂചിമുനയിൽ കയറി നിൽക്കേണ്ട അവസ്ഥ, നിർഭാഗ്യകരമായിട്ടുള്ള റിലേഷൻഷിപ്പുകൾ, നിസാരവും അർത്ഥശൂന്യവും തൃപ്തിയും തരാത്ത ജോലികൾ
ഒക്കെ ചെയ്ത് മുന്നോട്ട് പോവേണ്ടി വരിക. ഇതിനുള്ളിൽ എനിക്ക് പറഞ്ഞു തരാനുള്ള റെമഡി എന്ന് പറയുന്നത് കന്നിരാശിക്കാർക്ക് സ്വയം വിമർശിക്കുക. വിശേഷേണയുള്ള അമർശനമാണ് വിമർശനം. സ്വയം വിമർശിച്ച് തങ്ങളുടെ സ്വഭാവത്തിൻ്റെ കുറവുകളെ മനസ്സിലാക്കി ആ നിഴലിൽ നിന്നും, ആ ഷാഡോ സൈഡിൽ നിന്നും പുറത്ത് ചാടാൻ പഠിക്കുക. സ്വയം സ്നേഹിക്കാൻ പഠിക്കുക, സ്വയം സ്നേഹിക്കാൻ ശീലിക്കുക. ആന്തരികമായിട്ടുള്ള കന്നിക്കാരുടെ പോരായ്മകൾ നികത്താൻ ശ്രമിക്കുക. ഇതൊക്കെ ചെയ്താലും സ്ട്രെസ്സ് കൂടുമ്പോൾ ഹസാഡുകളുടെ ഒരു പേമാരി ആയിരിക്കും, സുനാമി പോലെ ആയിരിക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവരെ വന്ന് അടിക്കുന്നത്. നിറ്റ് പിക്കിങ്, അതുപോലെ തന്നെ സ്വന്തമായിട്ട് ഇടിച്ചു താഴ്ത്തുന്നത്, നമ്മളെ സെൽഫ് റെസ്പെക്റ്റ് കളയുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇവർ ചെയ്യും. ഇതിൽ നിന്നെല്ലാം പുറത്ത് ചാടുക എന്നുള്ളത് തന്നെയാണ് കന്നിരാശിക്കാരുടെ ചെയ്യേണ്ട കാര്യവും. വളരെ ബുദ്ധിശാലികളായിട്ടുള്ള, മറ്റുള്ളവരെ നന്നായി സപ്പോർട്ട് ചെയ്യാൻ കഴിവുള്ള, റാഷണലായിട്ടുള്ള, വളരെ കൂളായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നവരും കൂടിയാണ് ഇവർ എന്നുള്ളത് കൊണ്ട് തന്നെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഒരു കുഞ്ഞു കുട്ടിയുടെ കൗതുകത്തിനപ്പുറമായിട്ട്, എക്സൈറ്റ്മെൻറ്റിനും ഫാൻറ്റസിക്കും ഒക്കെ അപ്പുറമായിട്ട് വളരെ റാഷണലും റിയലിസ്റ്റിക്കുമായിട്ട് കാണുന്ന കന്നിരാശികൾ, അവരുടെ പെർസെപ്ഷൻസ് വളരെ റാഷണലും അതുപോലെ തന്നെ റിയലിസ്റ്റിക്കുമായിട്ടുള്ള കന്നിലഗ്നക്കാർ പിടിച്ച കിട്ടാത്ത രീതിയിൽ സക്സസ്ഫുൾ ആവുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എത്തിക്സ്, മോറൽ വാല്യൂസ്, ഇത് നിങ്ങൾ കീപ്പ് ചെയ്യാൻ നോക്കണം. നിങ്ങളുടെ ലഗ്നാധിപനും 10ാം ഭാവാധിപനും ഒരാളാവുന്നതും അത് ശുഭഗ്രഹമായതും, അതുപോലെ തന്നെ നിങ്ങളുടെ 4ഉം 7ഉം ഭാവാധിപനും ശുഭഗ്രഹമാവുന്നത് കൊണ്ടും, നിങ്ങളുടെ 7ാം ഭാവത്തിൽ ശുഭഗ്രഹമായിട്ടുള്ള ശുക്രൻ ഉച്ചനാവുന്നത് കൊണ്ടും, നിങ്ങൾ മോറൽ വാല്യൂസും എത്തിക്കൽ വാല്യൂസും ജീവിതത്തിൽ കൊണ്ടുപോയില്ല എങ്കിൽ, ആസുരിക് നേച്ചറിലൂടെയാണ് നിങ്ങൾ പോകാൻ ശ്രമിക്കുന്നത് എങ്കിൽ നേച്ചർ സപ്പോർട്ട് ചെയ്യില്ല. സെക്കൻഡ് ഹാഫിൽ കർമ്മ ഒരുപാട് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നതും എൻ്റെ ഒബ്സർവേഷനിൽ കണ്ടിട്ടുണ്ട്. ഈ ക്ലാസ്സുകളിൽ ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് യാഥാസ്ഥികമായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ നിന്ന് പഠിച്ച പാഠങ്ങളും അതിനോടൊപ്പം തന്നെ എൻ്റെ ഒബ്സർവേഷനും ഗുരുമുഖത്തു നിന്ന് കിട്ടിയ കുറേ അറിവുകളുമാണ് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലതും പുതിയ അറിവുകളായിരിക്കും, ചിലത് നിങ്ങൾക്ക് അനുഭവമുള്ളതായിരിക്കും. പക്ഷെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ജ്യോതിഷം വിദ്യാർത്ഥികൾ ഉറപ്പായിട്ടും ഇത് എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കിയിട്ട് എടുക്കാവൂ. എന്നാൽ മാത്രമേ അത് നിങ്ങളുടെ അറിവുകളാവൂ. എന്നാൽ മാത്രമേ നിങ്ങൾക്കത് കൃത്യമായിട്ട് തലയിലിരിക്കുകയും അത് ഉപയോഗിക്കാനും പറ്റുകയുള്ളൂ. അടുത്തത് തുലാം രാശിയാണ്, ശുക്രൻ്റെ രാശിയാണ്, ബാലൻസിങ്ങിൻ്റെ രാശിയാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.